ട്രാവൽ മാക്സ്പെർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോടാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കോഴിക്കോടിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഇപ്പോൾ നമ്മളുള്ളത് ബേപ്പൂർ ബീച്ചിലാണ്. ബേപ്പൂർ ബീച്ചിലെത്തിയപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാരണം ഇവിടെ അടിപൊളി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വാട്ടർ ഫെസ്റ്റൊക്കെ വരാൻ പോവുകയാണ്. അതിൻ്റെ പണികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ട നമ്മുടെ പുറകിൽ കാണുന്നത് അതിൻ്റെ പണികളൊക്കെയാണ്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി. ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ബേപ്പൂരിലേക്ക്. കോഴിക്കോട് നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ബേപ്പൂരിലേക്ക് ബസ്സിന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ എടുത്ത് മാറ്റിയിരിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ഡിസംബറോട് കൂടിയിട്ട് ഇവിടെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്, വാട്ടർ ഫെസ്റ്റ്. പുതുവർഷ ആരംഭത്തോടു കൂടിയിട്ട് ഇവിടെ ഒരു നല്ലൊരു കാഴ്ചയായിരിക്കും നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത്. അതിൻ്റെ വർക്കുകളൊക്കെയാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പുറകിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കോഴിക്കോട് വന്നിട്ടുള്ള ഫസ്റ്റത്തെ സ്പോട്ടാണ് ബേപ്പൂർ ബീച്ച്. ബീച്ച് വിശേഷങ്ങളിലേക്ക് ഇറങ്ങാം. നല്ല അതിശക്തമായിട്ടുള്ള തിരയുണ്ട്. നല്ല ഭയങ്കര സൗണ്ടാണ് ഇവിടുത്തെ തിരകൾക്ക്. അല്ലേ, കാണാൻ ശാന്തമായിട്ടുണ്ടെങ്കിലും നല്ല ഫോഴ്സിലാണ് ഇവിടുത്തെ തിര വരുന്നത് കേട്ടോ. നല്ല അടിപൊളി സൗണ്ടോട് കൂടിയിട്ട് നല്ല ഫോഴ്സോട് കൂടിയിട്ടാണ് തിര വരുന്നത്. ഈ എൻഡിലായിരുന്നു, ഇവിടെ ആയിരുന്നു ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ ഈ ഒരു പണി നടക്കുന്ന കാരണം അതൊക്കെ മാറ്റി, തൽക്കാലത്തേക്ക് അത് മാറ്റിയിരിക്കുകയാണ്. ഒരു ഡിസംബർ അല്ലെങ്കിൽ പുതുവർഷത്തോടു കൂടിയിട്ട് പ്രോജക്റ്റുകളൊക്കെ അത് കംപ്ലീറ്റ് ആകുമ്പോൾ ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റും വരും. ബംഗാളികൾ കടലിൽ കയറി കുളിക്കുന്നുണ്ടല്ലേ. ബംഗാളിയാണോ മലയാളിയാണെന്ന് അറിയില്ല, കണ്ടപ്പോൾ കാണുമ്പോൾ ഒരു ബംഗാളിനെ പോലെ ഉണ്ട്. നേരെ ഇങ്ങോട്ട് ഇറങ്ങി കുളിക്കുന്നുണ്ട് ആള്. നമുക്ക് കണ്ട് തിരയിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ട്. അത് ബംഗാളി അല്ല കേട്ടോ, മലയാളി തന്നെയാണ്. അപ്പോൾ നമ്മൾ ബേപ്പൂർ ബീച്ചൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വേറൊരു പ്ലാനിലാണ് ഇങ്ങോട്ട് വന്നത്, കോഴിക്കോട് ടൗണിലേക്ക് വന്നത്. കാരണം നമ്മുടെ അലിഖാൻ്റെ ബിരിയാണി, ഇപ്പോഴത്തെ ട്രെൻഡിങ് ബിരിയാണിയാണ് കോഴിക്കോടിലെ ട്രെൻഡിങ് ബിരിയാണി, അലിഖാൻ്റെ ബിരിയാണി. നമ്മുടെ കോഹിനൂർ ബസാറിൻ്റെ ഉള്ളിലാണ് അലിഖാൻ്റെ ബിരിയാണി ഉള്ളത്. ഞായറാഴ്ച കാരണം അലിഖാൻ്റെ ബിരിയാണി തന്നെ അവധിയായി. ആകെ നിരാശനായി. പിന്നെ വേറൊന്നും നോക്കില്ല, നേരെ റഹ്മത്ത് ഹോട്ടലിലേക്ക് പോയി. അവിടെ പോയി ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ നമ്മുടെ മിഠായി തെരുവൊക്കെ കണ്ട്. മിഠായി തെരുവ് അതിഗംഭീരമാണ് കേട്ടോ. അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു, ഞായറാഴ്ച കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ് എത്തിയിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമ്മുടെ പഴയ പോലെ ഒന്നും അല്ല കേട്ടോ, അടിപൊളി ഗംഭീരമാക്കിയിട്ടുണ്ട്. നമുക്ക് കോഴിക്കോട് ബീച്ചിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, ഗംഭീരമാണ്. എന്തായാലും നമ്മളൊരു സൂര്യാസ്തമയം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ അസ്തമയം കണ്ടിട്ട് നമുക്ക് നേരെ കോഴിക്കോട് ബീച്ചിലെ വിശേഷങ്ങൾ, ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കിടക്കാം കേട്ടോ.
അല്ല വിട്ടു പോകണ്ട പറയാ. നടക്കുന്നു. കല്ലുമ്മക്കായി നിറച്ചത് ഇല്ല, കല്ലുമ്മക്കായി നിറച്ചത്. ഒരുപാട് ഇതായ ഒരു പ്ലേറ്റ് കാടാ, പിന്നെ ഒരു കാടാ, ഒരു 10 കല്ലുമ്മക്കായി, ഒരു 10 കല്ലിരിക്കും, 10 കല്ല്, പിന്നെ ഒരു 3 ചായ. ഒരു 3 ചാടിക്കണം. ഇതാടുണ്ട് വെക്കാം. മതി മതി മതി. പേപ്പർ അവിടെ പേപ്പർ വെച്ച് അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ട്രൈ ചെയ്യേണ്ട അവിടുത്തെ സ്ട്രീറ്റ് ഫുഡുകളാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള സ്ട്രീറ്റ് ഫുഡുകളാണുള്ളത്. കല്ലുമ്മക്കായി നിറച്ചതും അതുപോലെ തന്നെ കാടമുട്ട പുഴുങ്ങി വെച്ചതും, കാടമുട്ട റോസ്റ്റ്, അതേപോലെ തന്നെ ഗ്രീൻ പീസ് മസാല, അങ്ങനെ കുറേ വിഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഐസ് സ്ക്രേറ്റ് ചെയ്ത് അത് മധുരമിട്ടതും ഉപ്പിലിട്ടതൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മിക്സിങ്, അങ്ങനെ കുറേ വിഭവങ്ങൾ നമ്മുടെ ബീച്ചിൽ, കോഴിക്കോട് ബീച്ചിലുണ്ട്. അതൊക്കെ നമ്മൾ കോഴിക്കോട് വരികയാണെങ്കിൽ മസ്റ്റായിട്ട് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. സ്പീഡ് ബോട്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. മെയിനായിട്ട് നമ്മൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ട്രൈ ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഫുഡ് തന്നെയാണ്. ഫുഡ് തന്നെയാണ് കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ മിസ് ചെയ്യാണ്ട് കഴിക്കേണ്ടത്. ഇപ്പോൾ സ്ട്രീറ്റ് ഫുഡ് പ്രത്യേകിച്ച് നമ്മുടെ ബീച്ചിൽ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. ഒക്കെ ജെന്യുവിനായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഇതൊന്നുമില്ല. നമ്മൾ ഈ മധുരപലഹാരങ്ങളുടെയൊക്കെ അടുത്ത് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു സർബത്ത് കടകളിലൊക്കെ പോയിക്കുന്നത് നമ്മൾ അവിടെ അങ്ങനെ തേനീച്ചകളാണ്. അതെന്താണെന്ന് വെച്ചാൽ അത് നല്ല ഒറിജിനൽ സാധനങ്ങളാണെന്നുള്ളത് മനസ്സിലായി. കാരണം നമ്മൾ ഈ രാസപദാർത്ഥങ്ങളാണെങ്കിൽ ഈ തേനീച്ചകളോ അങ്ങനെയുള്ളതൊന്നും വരില്ല. നമ്മൾ ഈ സർബത്തൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ ചുറ്റും ഒരു ഷുഗറൊക്കെ വയ്ക്കുന്നതിൻ്റെ ചുറ്റും തേനീച്ചകൾ വട്ടം കൂടി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാം ജെന്യുവിനായിട്ടുള്ള ഫുഡാണ്, ആർക്കും ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ധൈര്യത്തിൽ കോഴിക്കോട് ബീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ധൈര്യത്തിൽ സ്ട്രീറ്റ് ഫുഡ് കഴിച്ചോളൂ. ഞങ്ങൾ ഒരുപാട് നമ്മൾ പരമാവധി അവിടുത്തെ ഫുഡ്, എല്ലാ ഫുഡും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. നല്ല ജെന്യുവിനായിട്ടുള്ള ഫുഡ് തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിലുള്ളത്. ധൈര്യ സമയത്ത് നിങ്ങൾ സ്ട്രീറ്റ് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കും, ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.